നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വായ്പകളും സബ്സിഡികളും ലഭ്യമാണെങ്കിലും പശ്ചാത്തല സൗകര്യം ഇല്ലാത്തതിനാൽ അവ വിജയിപ്പിക്കാൻ സാധിക്കുന്നില്ല. സംഭരണങ്ങൾക്ക് റോഡ്, കെട്ടിടം തുടങ്ങിയ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഭരണകൂടങ്ങൾ വിമുഖത കാട്ടുന്നു. വനിതാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് വസ്തുത കണക്കിലെടുത്ത് അവ ലഭ്യമാക്കണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. അവതാരകൻ ദിശാജി. സവിശേഷ ഭരണഘടനാ അവകാശമായ സംവരണം സംരക്ഷിക്കുന്നതിനായി നിയമനിർമ്മാണം നടത്തി ആയത് ഭരണഘടനയുടെ 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. അനുവാദകൻ മണികണ്ഠൻ കാട്ടാപ്പള്ളി, അവതാരകൻ VM പ്രസാദ്. ദളിത് വിദ്യാർത്ഥികൾക്ക് ഭരണഘടനാപരമായ സംവരണ സംരക്ഷണം ഉചിതമായ തോതിൽ ലഭ്യമാകുന്നില്ല. മാത്രമല്ല, മിടുക്കരായ വിദ്യാർത്ഥികൾ വിവിധ രീതികളിൽ ക്യാമ്പസിൽ ബഹിഷ്കൃതരാവുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ദളിത് ജനവിഭാഗത്തിൻ്റെ തലമുറയെ വിദ്യാഭ്യാസ അവകാശത്തിൽ നിന്നും നിഷ്കാസിതരാക്കുന്നതിനുള്ള ഗൂഢപദ്ധതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർദ്ധിച്ചു വരുന്നു. ഇതിനെ ചെറുക്കുന്നതിനായി ശക്തമായ നിയമം നടപ്പിലാക്കണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. അനുവാദക K. വത്സകുമാരി, അവതാരക സെൽവി PH. ഇന്ന് നിഷേധിക്കപ്പെടുകയാണ്. 2 വർഷം കഴിഞ്ഞിട്ടും ഫെലോഷിപ്പ് ലഭിക്കാത്തതുകൊണ്ട് SC/ST ഗവേഷകർ ഗവേഷണം നിർത്തുകയോ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കൂലിപ്പണിക്ക് പോവുകയോ ചെയ്യേണ്ടുന്ന ഗതികേടുകളാണ്. ഇത് ഭരണഘടനാ വിരുദ്ധവും ദളിതാദിവാസികളുടെ നീതിയെ അട്ടിമറിക്കുന്നതുമാണ്. SC/ST ഗവേഷകർക്ക് അതാത് മാസം ഫെലോഷിപ്പ് ലഭിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഈ സമ്മേളന പ്രമേയം ആവശ്യപ്പെടുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ചേരുമ്പോൾ ലഭിക്കേണ്ടുന്ന ഗ്രാൻഡ് 2 വർഷം കഴിഞ്ഞിട്ടും ലഭിക്കുന്നില്ല. ഗ്രാൻഡ് വർഷത്തിലൊരിക്കൽ നൽകിയാൽ മതിയെന്ന സർക്കാർ ഉത്തരവാണ് ഈ നിരുത്തരവാദപരമായ സമീപനത്തിൻ്റെ കാരണം. ഈ ഉത്തരവ് പിൻവലിച്ച് അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിൻ്റെ ആരംഭത്തിൽ തന്നെ ഗ്രാൻഡ് ലഭിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതാണ്. നിരവധി സ്കോളേഴ്സ് ആദിവാസി ദളിത് സമുദായത്തിൽ നിന്ന് ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. സാമ്പത്തിക പരാധീനത മൂലം ഇവർക്ക് വിദേശ സർവകലാശാലയിൽ പോയി പഠിക്കാൻ കഴിയുന്നില്ല. SC/ST വിഭാഗങ്ങളുടെ പ്രത്യേക ഘടക പദ്ധതി തുകയായ SC/ST/TSP ഫണ്ടിൽ നിന്ന് 50 കോടി രൂപ വകയിരുത്തി കുറഞ്ഞത് 150 ദളിത് ആദിവാസി സ്കോളേഴ്സിനെ ഓരോ വർഷവും വിദേശത്തെ വിവിധ സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഈ സമ്മേളന പ്രമേയം ആവശ്യപ്പെടുന്നു. SC/ST വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിൾ 46-ന്റെ അടിസ്ഥാനത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ദുർബല വിഭാഗങ്ങൾക്കായി നടപ്പിലാക്കണമെന്നും ഈ സമ്മേളന പ്രമേയം ആവശ്യപ്പെടുന്നു. അനുവാദകൻ VK സുഗു, അവതാരകൻ K. ജാതി സെൻസസ് നടപ്പിലാക്കുക. രാജ്യത്തെ വിഭവങ്ങൾ, അധികാരം എന്നിവയിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാ ജാതി വിഭാഗങ്ങൾക്കും പങ്കാളിത്തം അനിവാര്യമാണ്. ജാതി ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ അധികാരവും വിഭവങ്ങളും കൈയടക്കി ഇന്ത്യൻ സമൂഹത്തിലെ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷത്തെയും സമൂഹത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് തള്ളിവിടുന്ന സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക ക്രമമാണ് ജാതി വ്യവസ്ഥ. ജാതി വ്യവസ്ഥയെ മറികടക്കുന്നതിനും മനുഷ്യവിഭാഗങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയിൽ അടിയന്തരമായി ജാതി സെൻസസ് നടപ്പിലാക്കേണ്ടതുണ്ട്. അത് നടപ്പിലാക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഭവ പങ്കാളിത്തം ഉറപ്പുവരുത്താനും ദളിത് സമുദായ മുന്നണിയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെടുന്നു. അനുവാദകൻ ഗോവിന്ദൻ കിളിമാനൂർ, അവതാരകൻ PK സന്തോഷ്. രാഷ്ട്രീയ അനുവാദം കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് 68 വർഷങ്ങൾ പിന്നിട്ടു. രാജഭരണം മാറി ജനാധിപത്യ ഭരണം വന്നപ്പോൾ അധികാരവും വിഭവങ്ങളും പങ്കിട്ടെടുക്കുന്നത് ഒളിഗാർക്കി സമുദായങ്ങളാണ്. തീരുമാനമെടുക്കുവാൻ കഴിയുന്ന അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങൾ ചില വിഭാഗങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയും ചെയ്യുകയാണ്. സവർണ സമുദായങ്ങളുടെ രാഷ്ട്രീയ സാമുദായിക താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്ന കരയോഗങ്ങളായി രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരുകളുമാണ്. പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, പരിവർത്തിത ക്രൈസ്തവർ,
നവബൗദ്ധർ എന്നിവരടങ്ങിയ ദലിത് സമുദായത്തിൻ്റെ രാഷ്ട്രീയ വിഭവാധികാരങ്ങളെ സംബന്ധിച്ചും ജനസംഖ്യാപരമായ പ്രാതിനിധ്യത്തെ സംബന്ധിച്ചും ചർച്ച ചെയ്യുവാൻ കഴിയുന്ന സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതി സൃഷ്ടിക്കപ്പെടും. അതിനുവേണ്ടി സാമൂഹ്യ അധികാര ഘടനയെ പൊളിച്ചു പണിയുവാൻ കഴിയുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള സമുദായത്തെ പടുത്തുയർത്തുകയും അതിലേക്ക് സമാന ആശയക്കാരായ ഇതര വ്യക്തികളും സമൂഹങ്ങളും ഉൾച്ചേരുന്ന ഒരു പൗരസമൂഹത്തിൻ്റെ കൂട്ടായ്മ സൃഷ്ടിക്കും. സാമൂഹ്യ നീതിയുടെയും ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയ മുന്നേറ്റം സാധ്യമാക്കാൻ ദലിത് സമുദായ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നു.